ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സി പ്രോഗ്രാമിൽ എന്താ നോക്കുന്നത് വെച്ചാൽ കൗണ്ട് ദി നമ്പർ ഓഫ് ഡിജിറ്റ്സ്. എന്താ വെച്ചാൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പറിൻ്റെ കൗണ്ട്, അതിൽ എത്ര ഡിജിറ്റ് ഉണ്ട് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് ചെയ്യാം ഒരു വേരിയബിളിലേക്ക്. ഇപ്പോൾ ഇൻ്റ് ആണെങ്കിൽ ഇൻ്റ് എന്ന് പറഞ്ഞത് അതെന്ത് ചെയ്യുക, അതിലേക്ക് റീഡ് ചെയ്യാം. ഇപ്പോൾ ഒരു 156 ആണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൗണ്ട്, അപ്പോൾ എന്ന് വെച്ചാൽ ഇത് എത്ര ഡിജിറ്റ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3 ആണ്. ഇപ്പോൾ 15 ആണെങ്കിൽ 2 വരും, ഇപ്പോൾ ഒരു 1000 ആണെങ്കിൽ 4 വരും. അപ്പോൾ ഈ ഒരു കൗണ്ട് എങ്ങനെ കാണാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ എന്ന് പറഞ്ഞ് വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ റിസൾട്ടിലേക്ക് എന്താവും. ഇപ്പോൾ നമ്മൾ 156നെ നമ്മൾ 156 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 15.6 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ടൈമും നമ്മൾ ഒരു ലൂപ്പിലിട്ട് ഈ ഒരു വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യുക, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അടുത്ത തവണ വരുന്നത് 15 എന്ന് വരും. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1.5 എന്ന് വരും. പിന്നത്തെ ടൈം നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.1 എന്ന് പറഞ്ഞ റിസൾട്ട് വരും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഇൻറ്റിജർ വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന എന്നിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ടൈമും ഇപ്പോൾ നമ്മൾ 156 ആണെങ്കിൽ n ഈക്വൽ ടു n ഡിവൈഡ് ബൈ 10 ഒരു തവണ നമ്മൾ കൊടുത്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്ന എന്നിലേക്ക് വരുന്നത് 15 ആണ്. അടുത്ത ടൈം നമ്മൾ എന്ത് ചെയ്തു, n ഡിവൈഡ് ബൈ 10 കൊടുത്തു. അപ്പോൾ ഇതിൽ എന്നിലേക്ക് വരുന്നത് 1 ആണ്. പിന്നെ n ഈക്വൽ ടു n ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് വരുന്നത് 0 ആണ്. അപ്പോൾ ഇത് 3 തവണ നമ്മൾ എന്ത് ചെയ്തു, ഈ ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര ഡിജിറ്റ് ഉണ്ടോ അത്ര തവണ എന്ത് ചെയ്യും, ഈ വൈൽ ലൂപ്പ് എന്ത് ചെയ്യും, ലൂപ്പ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വൈലിൻ്റെ അകത്ത് വൈൽ ഓഫ് n നോട്ട് ഈക്വൽ ടു 0, n നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നോക്കാം. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ നമ്മൾ 156 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വൈൽ n നോട്ട് ഈക്വൽ ടു 0, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ n എന്ന് കൊടുത്താൽ മതി. ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, നമ്മൾ n ഈക്വൽ ടു n ബൈ 10 കൊടുക്കും. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മളൊരു കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഈക്വൽ ടു 0, കൗണ്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. ഇതിൻ്റെ വാല്യൂ എന്ത് ചെയ്യാം, ഒരു തവണ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യാം. അപ്പോൾ ഒരു തവണ ലൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നിൻ്റെ സീൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു. എന്നിൻ്റെ വാല്യൂ എന്തായി, ഫസ്റ്റ് ടൈം 156 ഡിവൈഡ് ചെയ്യുമ്പോൾ 15 വന്നു. ആ ലൂപ്പ് ഒന്നുകൂടി വർക്ക് ചെയ്തു, പിന്നെ 1 വന്നു. പിന്നെ 0 ആയപ്പോൾ എന്ത് ചെയ്തു, 1ന് 3 തവണ വർക്ക് ചെയ്ത് 0 ആവുന്ന സമയത്ത് എന്ത് ചെയ്തു, ഈ ലൂപ്പ് ഒന്ന് എക്സിറ്റ് ചെയ്തു. ആ സമയത്ത് എന്ത് ചെയ്തു, നമ്മൾ സി പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ലൂപ്പാണ്. എന്താ വെച്ചാൽ എന്നിൻ്റെ വാല്യൂ 0 ആവുന്ന സമയം വരെ ഈ ലൂപ്പ് വർക്ക് ചെയ്യും. ആ സമയം എന്താ വെച്ചാൽ ഓരോ ടൈമിലും നമ്മൾ സീൻ്റെ വാല്യൂ അല്ലെങ്കിൽ കൗണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യും. ലാസ്റ്റ് ലൂപ്പിന് എക്സിറ്റ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, സീൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യിച്ചു. ഇതൊന്ന് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻറ്റിജർ നമ്പറിൻ്റെ കൗണ്ട് കാണാനുള്ള പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടെക്സ്റ്റ് എഡിറ്റർ എടുത്തിട്ട് നമുക്ക് ടർബോസി വെച്ച് വേണമെങ്കിൽ ചെയ്യാം. നമ്മളിപ്പോൾ ഉബുണ്ടുവിലാണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഫയൽ നെയിം കൊടുക്കുക, കൗണ്ട് ഇൻറ്റിജർ ഡോട്ട് അല്ലെങ്കിൽ കൗണ്ട് ഡോട്ട് സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മൾ പ്രോഗ്രാം എഴുതാം. വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, ഇൻറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൗണ്ടിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ നമ്മൾ കൗണ്ട് കംപ്ലീറ്റ് കൊടുത്തു. കൗണ്ട് ഈക്വൽ ടു 0 കൊടുത്തു. നമ്മൾ 0 ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു പ്രിൻ്റ് എഫും സ്കാൻ എഫും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക,
നമ്മുടെ വാല്യൂ റീഡ് ചെയ്യാം. നമ്മൾ ലൂപ്പ് യൂസ് ചെയ്തിട്ട് n നോട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ n ഗ്രേറ്റർ ദാൻ 0 എന്ന് കൊടുക്കുക. ഇതിൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാറ്റി കൊടുക്കാം. n ഈക്വൽ ടു നമ്മൾ പറഞ്ഞു n കൊടുക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, കൗണ്ട് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഓരോ ടൈമിൽ ലൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ 0. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു 186 ആണെങ്കിൽ ഫസ്റ്റ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്നിലേക്ക് 15 പോകും. സെക്കൻഡ് ടൈം ലൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നിലേക്ക് 1 പോകും. പിന്നെ തേർഡ് ടൈം ലൂപ്പ് വർക്ക് ചെയ്യുന്നതിലേക്ക് എന്നിലേക്ക് 0 വരും. അപ്പോൾ 0 ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ n എന്ത് ചെയ്യും, ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൗണ്ടിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്യിക്കും. ഇത് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് GCC എന്ന് പറഞ്ഞ് യൂസ് ചെയ്തു. അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പേര് count.c എന്നാണ്. count.c അതിൻ്റെ ഒബ്ജക്റ്റ് ഫയൽ നമ്മളിവിടെ പേര് കൗണ്ട് തന്നെ കൊടുക്കും. അപ്പോൾ നമ്മൾ ഇവിടെ -o എന്ന ഒബ്ജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ നമുക്കിപ്പോൾ എറേഴ്സ് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ GCC എന്ന് പറഞ്ഞാൽ കമ്പയറിംഗ് ടൂൾ യൂസ് ചെയ്തിട്ട് count.c എന്ന് പറഞ്ഞ ഫയൽ, കൗണ്ട് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ആ ഒരു ഫയൽ എന്ത് ചെയ്യാം, നമ്മൾ വർക്ക് ചെയ്ത് നോക്കാം. കൗണ്ട്. അപ്പോൾ നമ്മൾ എൻ്റർ ആൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് 156 എന്ന് കൊടുത്തു. അതാ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 3 നോക്കാം. ഇതാണ് നമ്മുടെ റിസൾട്ട്. ഇനി നമുക്ക് ആ പ്രോഗ്രാം ഒന്നുകൂടി വർക്ക് ചെയ്യിച്ചാൽ കൗണ്ട് എൻ്റർ ഓഫ് നമ്പർ നമ്മൾ 25678 ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. അതാ 4. ഇപ്പോൾ നമുക്ക് 1 കൊടുത്താൽ 2 എന്ന് പറഞ്ഞാൽ റിസൾട്ട് വന്നു. ഇവിടെ ഒരു ന്യൂ ലൈൻ കൊടുത്താൽ നമുക്കിത് പുതിയ ലൈനിലേക്ക് വരും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തു ഒരു നമ്പർ കൊടുത്തു. നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ പ്രോഗ്രാം. എന്ന് വെച്ചാൽ ഈ ലൂപ്പ് വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. എനിക്ക് നോട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വെറും n കൊടുത്താലും 0 ആവുന്ന സമയത്ത് ഇത് എക്സിറ്റ് എന്ന് വെച്ചാൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. എത്ര ഡിജിറ്റ് ഉണ്ടോ അത്ര ടൈം എന്ത് ചെയ്യും, ഈ ലൂപ്പ് വർക്ക് ചെയ്യും. ഓക്കെ, താങ്ക് യു.